ഇന്നിപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ മോളുടെ നെയിമിംഗ് സെറിമണി പ്ലസ് നൂലുകെട്ടെല്ലാം നടക്കുകയാണ്. ആക്ച്വലി നൂലുകെട്ടിൻ്റെ സമയം അതായത് 56 ആകുമ്പോഴാണല്ലോ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫംഗ്ഷനായിട്ട് 2, 3 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസത്തേക്ക് എല്ലാവർക്കും എത്താൻ പറ്റുന്ന പോലെ വെച്ചേക്കുന്നതാണ്. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്ക്, അമ്മയെ നോക്ക്. ഫെബ്രുവരി 1 നമ്മൾ ചടങ്ങ് നടത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഏകദേശം 11 to 11:30 ആ സമയത്തൊക്കെയാണ് ഇത് എത്തുള്ളൂ. അപ്പോൾ പിറ്റേത്തെ ദിവസം മുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പനി, ചുമ, ജലദോഷം എല്ലാം പിടിച്ച് കിടപ്പായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു. കാര്യം വെച്ചാൽ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്ന പോലെ ഒത്തിരി ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുതുമ അങ്ങ് നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ സൗണ്ടില്ല, നല്ല ത്രോട്ട് പെയിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാവ, വാമിക എന്നാണ് പേരിട്ടിട്ടുള്ളത്. നമ്മൾ യാമി എന്ന് വിളിക്കും. അപ്പം ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞു. അച്ഛൻ ലാസ്റ്റ് മിനിറ്റിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വളരെ കുറച്ച് വേണ്ടപ്പെട്ടവർ മാത്രമുള്ള ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ. നമ്മുടെ റിലേറ്റീവ്സും പിന്നെ കുറച്ച് നെയ്ബേഴ്സും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒന്നും വീഡിയോ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ പിള്ളേർ ചെറിയ ബഹളമൊക്കെ ഉണ്ട്. എല്ലാവരുടെയും കൂടെ ഒന്നും പോവില്ല. നമ്മളറിയാവുന്നവരുടെ കൂടെയൊക്കെ പോവുള്ളൂ. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ കസിൻസൊക്കെ ആയിട്ടങ്ങ് മിങ്കിളാവും. അപ്പോൾ എല്ലാ കസിൻസിനെയും നമ്മളെപ്പോഴും കാണുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അറിയില്ലാത്തതുകൊണ്ട് പോകാനും മടിയാണ്. പിന്നെ നമ്മുടെ എപ്പോഴും കാണുന്നവരുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ അജ്മലിൻ്റെയൊക്കെ കൂടെ എപ്പോഴും തന്നെ ഇരിക്കുകയുള്ളൂ. അവൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങില്ലായിരുന്നു. അവൻ്റെ കൂടെ മാത്രമേ പോവുള്ളൂ. നന്നുവിനാണ് അജ്മലുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. നിവിക്ക് അത്രയും കുഴപ്പമില്ല. അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങിയായി. ചരട് ഓൾറെഡി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കി കുഞ്ഞാവയുടെ ഓർണമെൻറ്റ്സൊക്കെ നമ്മൾ ഇടിപ്പിച്ച് കൊടുക്കുകയാണ് ഈ സമയത്ത്. കൊലുസ് ഇടിപ്പിക്കാൻ ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5-6 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഞാനിതിടാൻ. ഒത്തിരി കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തത് കേട്ടോ. യാമി ഈ സമയത്തൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കൊലുസിടുന്നതോ ഊരുന്നതോ പിന്നെ ഇടുന്നതോ ഒന്നും അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല സഹകരണമായിരുന്നു. നല്ലതായിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. കുറച്ച് വഴക്കൊക്കെയാണ്. കരച്ചിലും ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ആൾ നല്ല കൂളായിരുന്നു. നിവി കമ്പാരിറ്റീവ്ലി കുറച്ച് ബഹളമൊക്കെ ആയിരുന്നു. നിവിക്ക് ഓൾറെഡി പനിയുടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആരുടെയും കൂടെ പോകാനും വരാനും ഒക്കെ വിഷമമായിരുന്നു. ഞാൻ സ്റ്റേജിലേക്കൊക്കെ കൊണ്ടുപോയി ഇരുത്താനൊക്കെ നോക്കിയിട്ടൊന്നും നടന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം വരുവൊക്കെയാണ് ചെയ്തത്. നന്നു ഈ പറഞ്ഞ പോലെ ഇപ്പോഴും അജ്മലിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. മേജർ മിസ്സിംഗ് എന്ന് പറയാനായിട്ട് അഖില് നാട്ടിലില്ല, ചേട്ടനും ഇല്ല. പിന്നെ അശ്വതിയുടെ ആങ്ങളെയും ഇവിടെ ഇല്ല കേട്ടോ. എല്ലാവരും ഇപ്പോൾ പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് അവരാരും ഇല്ലാത്തതിൻ്റെ ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം പറഞ്ഞ പോലെ നിവി എൻ്റെ മടി വന്നിരുന്നു കേട്ടോ. അവനെ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ ഈ പറ്റില്ലാത്തതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഫോട്ടോ സെഷൻ. ലാസ്റ്റായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. മക്കളുടെ പുറകെയുള്ള ഓട്ടമായിരുന്നു. കഴിച്ചൊന്നുമില്ല, എങ്കിലും അവർക്ക് കുറച്ചൊക്കെ കഴിച്ചു എന്ന് വരുത്തിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. മൂക്കടപ്പ് ഒന്നുകൂടെ കലശലായിട്ടുള്ളത് കൊണ്ട് തന്നെ വോയിസിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ, ക്ഷമിക്കുക. സദ്യ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്, വല്ലപ്പോഴൊക്കെ ആയതുകൊണ്ട്. പക്ഷെ ബിരിയാണിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. സൂപ്പറായിട്ട് ഇത്ര നേരത്തെ കഷ്ടപ്പാടുകളെല്ലാം പറഞ്ഞ് ഞാൻ സദ്യ അടിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് കേൾക്കുമല്ലോ ഇപ്പോൾ. പിള്ളേരെ വരെ ഓടി ഓടി മടുത്തിരിക്കുന്ന സാഹചര്യം സദ്യ കിട്ടുമ്പോൾ നല്ല സുഖമുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. വന്നവരൊക്കെ ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി. ഇനിയിപ്പോൾ അമ്മും പോവാണ്. അമ്മ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് വന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ മൺഡേ ഓൺവേർഡ്സ് വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ തിരിച്ചു പോകാതെ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായ യാത്ര പറച്ചിലും ഒക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തായിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാനുള്ള പരിപാടികളാണ്. കുറേ കവറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പൊട്ടിച്ച് കാണാൻ ഞങ്ങൾക്കൊരാഗ്രഹം. ഇവരെല്ലാം അഖിലിൻ്റെ കസിൻസാണ്. അപ്പം ഞങ്ങൾ 3 ആളും കൂടി ഇരുന്ന് എല്ലാം തുറന്ന് നോക്കുക കേട്ടോ. ആക്ച്വലി അശ്വതിനെ കൂട്ടിയിട്ടില്ല. അവൾ ഓരോ കാര്യങ്ങളായിട്ട് അതിൽ മാറി മാറി നടക്കുമായിരുന്നു. ഞങ്ങളതങ്ങ് ടേക്ക് ഓവർ ചെയ്യായിരുന്നു ആ സെഷൻ. ഈ ഉടുപ്പൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നല്ല നല്ല ഭംഗിയുള്ള ഉടുപ്പുകളുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഉടുപ്പിനേക്കാളും നല്ല സുഖമുള്ള ബനിയൻ ടൈപ്പ് ഓഫ് അങ്ങനത്തെയാണ് ഇഷ്ടം. ഞാൻ നന്നുവിനും നിവിക്കാണെങ്കിലും അങ്ങനെയാണ് വാങ്ങാറ് കൂടുതലും. പിന്നെ ഈ ബർത്ത്ഡേയുടെ സമയത്തൊക്കെയാണ് കുറച്ച് അങ്ങനത്തെ ഉടുപ്പുകൾ, അല്ലാത്തത് നെറ്റിൻ്റെയൊക്കെ പോലത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇപ്പം ഈ ഓപ്പൺ ചെയ്യുന്നതൊക്കെ നോർമലി നമുക്ക് വരാറുള്ള പോലത്തെ തന്നെ ഐറ്റംസാണ്. അതായത് പൗഡർ, അവരുടെ സോപ്പ്, അങ്ങനത്തെ സംഗതികളൊക്കെ ഒരു സെറ്റായിട്ട് വരുമല്ലോ. അതിൻ്റെ കൂടെ ഡ്രസ്സ്,
തൊപ്പി അങ്ങനത്തെ സംഗതികളൊക്കെ അതൊക്കെയാണ് ഇപ്പോൾ ഒരു ബോക്സിലുണ്ടായിരുന്നത്. പിന്നെയും കുറേ കുഞ്ഞുടുപ്പുകളുണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള പല വെറൈറ്റി ഓഫ് ഉടുപ്പുകൾ. ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും തന്നെ പോയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് റിലേറ്റീവ്സും നമ്മളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ടേക്കുന്നത് കേട്ടോ. വീട് മൊത്തം നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് വെച്ചേക്കുമായിരുന്നു. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഉടുപ്പുകളാണ്. നല്ല നേവി ബ്ലൂ കളറായിരുന്നു കേട്ടോ ഇതിന്. വൈറ്റും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് ഞാനും അജുമ്പനും കൂടെ പോയി വാങ്ങിച്ചാണ്. അവനിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ഒരു ടേസ്റ്റ് ഓഫ് സംഗതി അല്ല. പക്ഷെ അവന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മളിത് വാങ്ങിച്ചു കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ ഒരെണ്ണം കൂടെ നോക്കി എടുത്ത് വെച്ചു കേട്ടോ. ഒരു സ്കൈ ബ്ലൂവും കൂടെ. അപ്പോൾ അതും നല്ലതായിരുന്നു. അപ്പോൾ അതും ഇഷ്ടപ്പെട്ടു, ഇതും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നിന്നപ്പം അത് നന്നൂന് നന്നായിട്ട് ചേരുമെന്ന് പറഞ്ഞിട്ട് അത് നന്നൂന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം അമ്മയുടെ കയ്യിലിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ സ്കൈ ബ്ലൂ ഡ്രസ്സ് കേട്ടോ. നന്നൂന് ഓക്കെയാണ്, പാകമാണ്. നമ്മൾ വന്നിട്ട് ഇടിപ്പിച്ചൊക്കെ നോക്കിയായിരുന്നു. ഈ പോർഷനൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് എൻ്റെ ശബ്ദം നന്നായിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമ്മുടെ പരിപാടി ശരിക്കും പറഞ്ഞാൽ 1-ാം തീയതി ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യും എല്ലാം ചെയ്യണത് ഏകദേശം ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇതിനിടയിലൊക്കെ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് അങ്ങനെയാണ് ശബ്ദം ഇങ്ങനെയാണെങ്കിലും സാരമില്ല, നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരുന്നത്. പ്രോപ്പറായിട്ടൊരു വൈൻഡപ്പ് പറയാനുള്ള ആരോഗ്യാവസ്ഥയിലൊന്നും അല്ല എങ്കിലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദമൊക്കെ റെഡിയായി, അസുഖമൊക്കെ മാറി പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും.